അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയുടെ ഓഡിറ്റ് വിവരങ്ങൾ ശേഖരിച്ച് DGCA 2024 ഓഡിറ്റ് ആഭ്യന്തര പരിശോധനാ വിവരങ്ങളാണ് ശേഖരിച്ചത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അജീഷ്, പല തലങ്ങളിലുള്ള പരിശോധനകൾ നടന്നുവരികയാണല്ലോ, എന്താണ് DGCയുടെ നടപടി? അജീഷ്, ഉന്മേഷ്, വിമാന അപകടത്തിന് പിന്നാലെ എയർ ഇന്ത്യയുടെ പല ഓഫീസുകളിലും DGCA പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടുകളടക്കം DGCA ശേഖരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. 2024 ഓഡിറ്റ് വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ എന്താണ് ഈ ഓഡിറ്റ് വിവരങ്ങളിൽ ഉള്ളത് എന്നത് നിലവിൽ വ്യക്തമല്ല. എന്തായാലും കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിൽ ഈ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള പിഴവുകളും വീഴ്ചകളും ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് 3 ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താനും ചിലർക്ക് നോട്ടീസും അയച്ചിരുന്നു, കാരണം കാണിക്കൽ. എന്തായാലും DGCയുടെ അന്വേഷണം ഒരു ഭാഗത്ത് കർശനമായി തന്നെ തുടരുകയാണ്. അതിനിടയിൽ ചില മാറ്റങ്ങളും ഈ വ്യോമയാന മേഖലയിൽ DGC ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വിമാന കമ്പനികളുടെ ഓഡിറ്റിംഗിനായി പുതിയ ചട്ടക്കൂടാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ന്യൂനതകൾ തിരിച്ചറിഞ്ഞ് അപകടങ്ങൾ വളരെ കുറയ്ക്കുന്നതിന് മുൻതൂക്കം നൽകുന്നതാണ് ഈ ചട്ടക്കൂട്. അന്താരാഷ്ട്ര ഏജൻസികളുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ പുതിയ ചട്ടക്കൂട് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.